ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയൊരു റിവ്യൂയിലേക്ക് സ്വാഗതം കേട്ടോ. അങ്ങനെ മാഷും അതുപോലെ തന്നെ പ്രിയാമണി സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രിയാമണി പറയുന്നുണ്ട്, ഞാനെന്തോ ചെയ്ത പോലെയാണ് ആ സ്വപ്നവല്ലിയുടെ സംസാരം. ഞാൻ മനസ്സിൽ പോലും വിചാരിക്കാത്ത കാര്യങ്ങളാണ് സ്വപ്നവല്ലി പറയുന്നത് എന്ന് പറയുമ്പോൾ മാഷ് പറയുന്നുണ്ട്, എൻ്റെ പ്രിയെ, തനിക്കിതുവരെ മനസ്സിലായില്ലേ? സ്വപ്നവല്ലി തന്നെ മുതലെടുക്കുകയാണ്. ഈ പ്രശ്നത്തിൻ്റെ പേരിൽ താനും ഇഷിതയുമാണ് കുറ്റക്കാരെന്ന് അറിയിക്കാൻ വേണ്ടി അവരങ്ങനെ പലതും ചെയ്യുകയാണ്. തനിക്കതിതുവരെ മനസ്സിലായില്ലേ? ശരിക്കും പറഞ്ഞാൽ ഇഷിതയും മഹേഷും കൂടി ഒരുമിച്ചായിരിക്കും ഈ ഒരു തീരുമാനം എടുത്തത്. അതായത് അവർക്ക് ഇപ്പോൾ ഒരുമിച്ച് ജീവിക്കാനായിട്ട് ചിപ്പിമോളുടെ അമ്മയായിട്ട് മാത്രം ഇഷിത നിൽക്കുള്ളൂ എന്നൊരു എഗ്രിമെൻറ്റിൽ ഇഷിത മഹേഷും കൂടി ഒരുമിച്ചിട്ടാണ് കരാറിൽ ഒപ്പിട്ടത്. പക്ഷേ സ്വപ്നവല്ലിയുടെ മനസ്സിൽ ഇഷിത മാത്രമാണ് ആ കരാർ വെച്ചത്. ഇഷിതനെ കൊണ്ട് ആ കരാർ വെപ്പിച്ചത് താനാണ് എന്ന രീതിയിലാണ് അതിനെയാണ് അവരിങ്ങനെ വളച്ചൊടിക്കുന്നത്. അതുതന്നെയാണ് ഞാൻ പറഞ്ഞത്, ഈ സ്വപ്നമെടുത്ത് സംസാരിക്കാൻ പോയാലല്ലേ പ്രശ്നമുള്ളൂ. സംസാരിച്ചില്ലെങ്കിൽ ഒരു പ്രശ്നവുമില്ല. താൻ ഇനി അവരെ കാണുമ്പോൾ മുഖം കൊടുക്കാതെ പോയാൽ മതി. പക്ഷേ അങ്ങനെ പോയാൽ പോലും നമുക്ക് എന്തെങ്കിലും ആവശ്യത്തിന് പുറത്തിറങ്ങേണ്ടി വരില്ലേ? അപ്പം തന്നെ വരും. പിന്നെ ഞാനൊന്നും മിണ്ടിയില്ലെങ്കിലും മിണ്ടിയതായിട്ട് പോയിട്ട് അവരവിടെ പറയുള്ളൂ. അത് താൻ പറഞ്ഞത് ശരിയാണ് എന്ന് മാഷ് പറയുന്നുണ്ട്. ആ സമയത്താണ് ആ വാതിൽ തുറന്ന് അഷിത വരുന്നത് കേട്ടോ. അഷിതനെ കാണുമ്പോൾ തന്നെ നമ്മുടെ മാഷിനോട് പ്രിയാമണി പറഞ്ഞു, ഇനി ഇവിടെ എന്താണാവോ പ്രശ്നമായിട്ട് വന്നിരിക്കുന്നത്? അമ്മ പേടിക്കേണ്ട, ഞാൻ പ്രശ്നമായിട്ടൊന്നല്ല വന്നിരിക്കുന്നത്. ഇന്ന് അവിടെ ഒരു സംഭവം ഉണ്ടായി. എന്താടി? അതെ, മനസ്സുനിയമ്മ പറഞ്ഞു, ഞാൻ ഈ ജോലിക്ക് പോകണ്ട, ഈ ജോലി രാജിവെക്കണമെന്ന്. അത് കൊള്ളാലോ, അത് അവരാണ് പറയണത് എന്ന് പ്രിയാമണി ചോദിക്കുമ്പോഴേക്കും നമ്മുടെ അഷിത പറയുന്നുണ്ട്, അമ്മേ ഞാൻ പറഞ്ഞത് ഒന്ന് മുഴുവനായിട്ട് കേൾക്ക്. അവരങ്ങനെ പറഞ്ഞപ്പോൾ തന്നെ എനിക്കങ്ങോട്ട് ദേഷ്യം വന്നു. എടുത്ത വായിക്ക് മഹേശ്വരേട്ടൻ പറയാ, അവളൊരിക്കലും ജോലി രാജിവെക്കില്ല. അവൾ എന്തിനു ജോലി രാജിവെക്കണത്? അമ്മയുടെ അധികാരം കുറച്ച് കൂടുന്നുണ്ട്. അമ്മ ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഞാൻ എൻ്റെ ഭാര്യനെയും മകനെ വിളിച്ചുകൊണ്ട് ഈ വീട്ടിൽ നിന്ന് മാറി നിൽക്കും എന്ന് മുഖത്ത് നോക്കി പറഞ്ഞു എന്ന് പറയാണ്. പ്രിയാമണി പറഞ്ഞ, അപ്പം അവന് നട്ടല് വന്നോ? അതേപോലെയാണ് എനിക്ക് തോന്നിയതെന്ന് പറയുമ്പോഴേക്കും മാഷ് പറയുന്നുണ്ട്, അങ്ങനെ പെട്ടെന്ന് അവനൊരു മാറ്റം സംഭവിക്കില്ലല്ലോ മോളെ. ഇനി അവനും അതുപോലെ തന്നെ മനസ്സിൻ്റെ അമ്മയും എന്തെങ്കിലും പ്ലാൻ ചെയ്ത് നടത്തുവാണോ? ഞാൻ ആദ്യം അങ്ങനെ തന്നെയാണ് അച്ഛൻ വിചാരിച്ചത്. പക്ഷെ ഇതങ്ങനെയാണെന്ന് തോന്നണില്ല. മഹേശ്വരേട്ടൻ ഇപ്പോൾ പഴയ പോലെ തന്നെ സംസാരിക്കുന്നൊക്കെ ഉണ്ട്, സ്നേഹത്തോടെ പെരുമാറണൊക്കെ ഉണ്ട്. അങ്ങനെ ആവട്ടെ, നീ എന്തായാലും ഒരുപാട് പ്രതീക്ഷിക്കൊന്നും വേണ്ട. അല്ല, ഇഷിത വന്നായിരുന്നു അമ്മ. അത് കഴിഞ്ഞിട്ട് ചോദിക്കുമ്പോൾ നിൻ്റെ അനിയത്തിൻ്റെ കാര്യം തന്നെയാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. അവൾ അതേ പിന്നെ ഈ വീട്ടിലേക്ക് വന്നിട്ടുമില്ല, എന്നെ വിളിച്ചിട്ടുമില്ല. അമ്മ, അത് വേറൊന്നും ആയിരിക്കില്ല. നിങ്ങളെ വിളിച്ചിട്ട് എന്ത് പറയണമെന്ന് ആലോചിച്ചിട്ട് അവൾക്കൊരു ബുദ്ധിമുട്ടുണ്ടാവും, അതുകൊണ്ടിട്ടായിരിക്കും. എന്നാലും സ്വന്തം വീട്ടുകാരല്ലേ, അവൾക്കൊന്ന് ഫോൺ വിളിച്ച് അന്വേഷിച്ചാൽ എന്താ? ഞാനും മാഷും മാത്രമല്ലേ അവൾക്കുള്ളൂ. അവൾ എന്നിട്ട് അതൊന്നും അന്വേഷിക്കില്ല. മഹേഷിനെ അവളുടെ ഭർത്താവായിട്ട് കൂട്ടാൻ പറ്റില്ല. അവൾക്ക് ഞാനും മാഷും മാത്രമേ ഉണ്ടാവുള്ളൂ. ദേ അമ്മേ, അങ്ങനെയൊന്നും പറയല്ലേ. മഹേഷിന് ഇഷിത എന്ന് വെച്ചാൽ ജീവനാണ്. ഇഷിതക്കും അങ്ങനെ തന്നെയാണ്. പിന്നെ ആ കരാറിൻ്റെ കാര്യം എനിക്കതാ മാത്രം മനസ്സിലാത്തത്, അവരെന്തിനാണ് അങ്ങനത്തെ ഒരു എഗ്രിമെൻറ്റിൽ ഒപ്പിട്ടേന്ന്. പക്ഷേ എനിക്കൊരു കാര്യം ഉറപ്പാമേ, ഇഷിതയും മഹേഷും ഉടനെ തന്നെ ഒന്നാകും എന്ന് പറയുമ്പോൾ മാഷ് പറയേണ്ട, മോളെ അതെനിക്കും അറിയാം, സുചിത്രക്കും അറിയാം, അതേ നിനക്കും അറിയാം, അവരെ സ്നേഹിക്കുന്ന എല്ലാവർക്കും അറിയാം, രാമനാഥനും അറിയാം. പക്ഷെ അറിയാത്ത ഒരാൾ മാത്രമേ ഉള്ളൂ, അത് നിൻ്റെ അമ്മയാണെന്ന് പറയുമ്പോൾ അതെ, കാരണം പെറ്റ വയറിന് മാത്രമേ അതിൻ്റെ നോവ് അറിയുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് പ്രിയാമണി അവിടെ നിന്ന് അങ്ങോട്ട് പോകാട്ടോ. മാഷ് പറയണ്ട, എന്ത് പറഞ്ഞിട്ടും ഒരു കാര്യമില്ല എന്നൊക്കെ പറയാട്ടോ. ശേഷം മഹേഷാണെന്ന് ഓഫീസിൽ നിന്ന് നേരെ ദേഷ്യത്തോടു കൂടി തന്നെ വീട്ടിലേക്കാട്ടോ വരുന്നത്. വീടിൻ്റെ വാതിൽ തള്ളി തുറന്നാണ് വരുന്നത്. അവിടെ നമ്മുടെ രാമനാഥൻ ഉണ്ടാവും. മോനിന്ന് നേരത്തെയാണല്ലോ, എന്തു പറ്റിയെന്ന് ചോദിക്കുമ്പോൾ, അച്ഛ എനിക്ക് ആകെ നാണക്കേടായി, ഇവ പുറത്തിറങ്ങി നടക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. എന്താ മോനെ, എന്താ സംഭവിച്ചതെന്ന് ചോദിക്കുമ്പോൾ, അച്ഛാ നമ്മുടെ വീട്ടിൽ നടക്കുന്ന ഓരോരോ കാര്യങ്ങൾ അപ്പോൾ തന്നെ വള്ളിപ്പുള്ളി തെറ്റാതെ ആരൊക്കെയോ രചനയുടെ ചെവിയിലേക്ക് എത്തിക്കുന്നുണ്ട് എന്ന് പറയാണ്. ഇത് കേട്ട് സ്വപ്നവല്ലി ഷോക്കായിട്ട് അങ്ങോട്ടേക്ക് വരുന്നു കേട്ടോ. എടാ, നീ എന്തൊക്കെയാണ് പറയണത്? അതേമേ, ഇവിടെ നടക്കുന്ന കാര്യങ്ങളൊക്കെ അപ്പോൾ അവൾ അറിയുന്നുണ്ട്. ആരാമേ ഇവിടെ നടക്കുന്ന കാര്യങ്ങളൊക്കെ അവളോട് പറയാൻ? ഒരിക്കലും ഇഷിതയുടെ വീട്ടുകാർക്ക് അവളെ കണ്ണെടുത്താൽ കണ്ടുടാ. പിന്നെ അവർക്ക് വലിയ പരിചയമൊന്നും ഇല്ലല്ലോ. പിന്നെ അശ്വതയെടുത്ത് എന്തിനും പറഞ്ഞു കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് ഈ വീട്ടിൽ നിന്നുള്ള ആൾക്കാർ തന്നെയായിരിക്കും. ഈ രണ്ട് വീട്ടിൽ നിന്നല്ലാതെ എന്താണ് അശ്വതയല്ല രചന, ഈ രണ്ട് വീട്ടിൽ നിന്നല്ലാതെ രചനയെടുത്ത് ഈ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാൻ വേറെ ആരുമില്ല. എനിക്കാകെ ദേഷ്യം വരുന്നുണ്ട്. ഇങ്ങനെയൊക്കെ പോയി കഴിഞ്ഞാൽ ഞാൻ വല്ല കടുങ്കൈ ചെയ്യുമെന്ന് പോലും എനിക്ക് സംശയമുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് മഹേഷ് അകത്തേക്ക് കയറി പോവാട്ടോ. ആ സമയത്ത് അവിടേക്ക് സ്വപ്നവല്ലിക്ക്
കാര്യം മനസ്സിലായട്ടോ. ഇത് മഞ്ജിമയുടെ വായിന്ന് തന്നെയാണ് രചന അറിഞ്ഞതെന്ന്. അതുകൊണ്ട് തന്നെ സ്വപ്നവേലി വേഗം അടുക്കളയിലേക്ക് പോവാണ്. എടി മഞ്ജിമേ, നീയാണ് ഇവിടെ നടക്കുന്ന കാര്യങ്ങൾ രചന എടുത്ത് പറഞ്ഞത്. അങ്ങനെ ഒറ്റ കൊടുത്തിട്ടാണോ നീ ആ പൈസ ഉണ്ടാക്കിയത്? അമ്മേ, അത് പിന്നെ എന്ന് നമ്മുടെ മഞ്ജിമ പറയുമ്പോൾ തന്നെ സ്വപ്നവേലി ഒറ്റയടി മഞ്ജിമയുടെ മുഖത്തേക്ക് വെച്ച് കൊടുക്കുകയാണ്. മഞ്ജിമ അമ്മയെന്ന് പറയുമ്പോൾ, അതേടി, ഒരിക്കലും നീ നിൻ്റെ ചേട്ടനെ ഇങ്ങനെ നാണം കെടുത്താൻ പാടില്ലായിരുന്നു. അവൻ്റെ ഭാര്യ അവനെ നാണം കെടുത്തുന്നുണ്ട്. അതിന് പുറമെ കൂടപ്പിറപ്പായിട്ടുള്ള നീയും കൂടി ഇങ്ങനെ ചെയ്യാൻ പാടില്ലെന്നു. ഒരു 10,000 രൂപയ്ക്ക് വേണ്ടിയിട്ട് നീ നിൻ്റെ ചേട്ടനെ നാണം കെടുത്തിയല്ലോടി വൃത്തികെട്ടവളെ എന്ന് പറഞ്ഞിട്ട് സ്വപ്നയോടെ പോകാട്ടെ. മഞ്ജിമക്ക് അടി കിട്ടിയാൽ എന്താ, 10,000 രൂപ കിട്ടിയില്ലേ, ഇനി അടുത്ത പ്രാവശ്യം 50,000 രൂപ ചോദിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ അങ്ങനെ നിൽക്കുക കേട്ടോ. പിന്നീടാണെന്നുണ്ടെങ്കിൽ നമ്മുടെ രചനയാണെന്നുണ്ടെങ്കിൽ ഈ മഹേഷിനെ അങ്ങനെ പെട്ടെന്ന് പിടിവിടുന്ന ടൈപ്പൊന്നും അല്ല കേട്ടോ. മഹേഷിനെ വീണ്ടും ഫോണിലേക്ക് വിളിക്കുകയാണ്. മഹേഷ് ഫോൺ എടുക്കുന്നില്ല കേട്ടോ. അങ്ങനെ മഹേഷ് റൂമിലിരിക്കുന്ന സമയത്ത് അവിടേക്ക് ഇഷിത വരുന്നുണ്ട്. ഇഷിത വരുമ്പോഴും രചന ഫോണിൽ ഇങ്ങനെ റിങ് ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ. രചനയാണല്ലോ വിളിക്കണേന്ന് ചോദിക്കുമ്പോഴേക്കും അവൾ സത്യങ്ങളൊക്കെ അറിഞ്ഞൂടോ. അതെങ്ങനെ രചന അറിഞ്ഞത്? എനിക്കറിയില്ല, എന്നെ വിളിച്ചിട്ട് ഒരേന്നൊക്കെ പറഞ്ഞു. ഓഹോ, അപ്പോൾ അതാണ് കാര്യം. ഇന്ന് ഞാൻ വന്നപ്പോൾ ഓഫീസിൽ പോയപ്പോഴേക്കും അവിടെയും വന്നായിരുന്നു. എന്തൊക്കെയൊക്കെയോ പറഞ്ഞു, ചിപ്പിനെ വിട്ടു തരണമെന്ന് ഒക്കെ പറഞ്ഞു. എന്ത് പറയാനാ, ആകെപ്പാടെ തലവേദനയായി. നമ്മൾ ഇങ്ങനത്തെ ഒരു എഗ്രിമെൻ്റ് വെച്ച കാര്യം വീട്ടുകാരറിഞ്ഞതാണ് പ്രശ്നമായി പോയത്. നമ്മൾ കുറച്ചൊക്കെ നോക്കി കണ്ടൊക്കെ സംസാരിക്കണമായിരുന്നു. അതെ, ഇനിയിപ്പോൾ അതൊക്കെ പറഞ്ഞിട്ട് കാര്യമില്ല മഹേഷ്. ഇനിയിപ്പോൾ എന്താ ചെയ്യാൻ പറ്റുക? നമുക്ക് ആലോചിക്കാം. നമ്മൾ തമ്മിലിപ്പോൾ ഒരുമിച്ച് ജീവിക്കാൻ തുടങ്ങിയാലും വീട്ടുകാരത് വിശ്വസിക്കില്ലടോ. കാര്യം തനിക്കറിയാലോ, നമ്മളവിടെ വായ മൂടിക്കെട്ടാൻ വേണ്ടി നുണ പറഞ്ഞെന്നേ വിചാരിക്കുകയുള്ളൂ. അവരെ നമ്മളിപ്പോൾ നുണ പറഞ്ഞെന്നുള്ള പേരും അവർക്ക് ഉണ്ടല്ലോ. അതുകൊണ്ട് അതെനിക്ക് മനസ്സിലായി. എന്തായാലും നാളൊന്ന് അമ്മേനെ കാണണം. 2 ദിവസം അമ്മയടുത്തുനിന്ന് പോയിട്ട് ഫോണിൽ വിളിച്ചിട്ട് അമ്മ വല്ലാത്ത പരിഭവത്തിലാണ്. താൻ അമ്മേനെ പോയി കാണടോ. പിന്നെ അമ്മയുടെ സ്വഭാവം അറിയാലോ, അമ്മ പെട്ടെന്നൊരു തൊട്ടാവാടിയാണ്. ഇതിൻ്റെ പേരിൽ എന്താണ് അമ്മ ചെയ്യണമെന്ന് പറയാൻ പറ്റില്ല എന്നൊക്കെ മഹേഷും പറയുന്നുണ്ട്. അങ്ങനെ ഇഷിത പിറ്റേ ദിവസം തന്നെ തൻ്റെ അമ്മേനെ കാണാൻ വേണ്ടി തീരുമാനിക്കുക കേട്ടോ. അപ്പോഴാണ് അവിടെ കാര്യങ്ങളൊക്കെ കൈവിട്ട് പോയെന്ന് ഇഷിതക്ക് മനസ്സിലാവുന്നത്. വേറൊന്നുമല്ല, പ്രിയാമണി ആണെങ്കിൽ ആകെ വട്ടുപിടിച്ചിരിക്കുന്ന അവസ്ഥ. തൻ്റെ മോള് തന്നെ ചതിച്ചു. ആ ഒരു മനസ്സിൽ ആ ഒരു ഇത് കൊണ്ടുള്ളത് കൊണ്ട് തന്നെ പ്രിയാമണി നമ്മുടെ ഇഷിതേനെ കാണിക്കാൻ വേണ്ടിയിട്ടാണെന്ന് അറിയില്ല, അതോ സ്വയം അങ്ങനെ ചെയ്യുകയാണെന്നറിയില്ല. എന്തായാലും ഇഷിതാമണി ഒരു അബദ്ധം കാണിക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. അതായത് സൂയിസൈഡ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട് കേട്ടോ. ഇഷിതക്കാണെങ്കിൽ അതായത് ഇനിയെങ്കിലും സൂയിസൈഡ് ചെയ്യണം കണ്ടിട്ടെങ്കിലും ഇഷിതയും മഹേഷും ഒന്നാവണമെങ്കിൽ ഒന്നാവട്ടെ, അല്ലെങ്കിൽ അവൾ മറ്റേ ഡിവേഴ്സ് പേപ്പറിൽ ഒപ്പിട്ട് തരട്ടെ എന്നൊക്കെ വിചാരിച്ചാണ് നമ്മുടെ പ്രിയാമണി ഈ ഒരു കടുങ്കൈന് ഒരുങ്ങണം കേട്ടോ. എന്തായാലും ഇഷിതയും മഹേഷും ഒരു കാര്യം പുതുതായിട്ട് തീരുമാനിക്കാൻ പോവാണ്. അത് വേറൊന്നുമല്ല, എത്രയും പെട്ടെന്ന് തന്നെ ഇഷിതയും മഹേഷും ഒന്നാവും. എന്നിട്ട് കുട്ടികൾ ഉണ്ടാവണമെങ്കിൽ ദൈവം തന്നു സഹായിച്ചു അത്ര മാത്രമേ വിചാരിക്കുള്ളൂ. കുട്ടികളില്ലാന്നാണെന്നുണ്ടെങ്കിൽ അപ്പോൾ അവർ തമ്മിൽ ഡിവേഴ്സ് ചെയ്യാം എന്നും തീരുമാനിക്കുകയാണ്. അങ്ങനെ ഇഷിതയും മഹേഷും കൂടെ ഒന്നാവണ ഭാഗമാണ് നമ്മൾ ഈ ആഴ്ച കാണിക്കാൻ പോണത്. പ്രിയാമണി അങ്ങനെ കടുത്തൊരു തീരുമാനത്തിലേക്ക് പോകാൻ പോവാട്ടോ. അതെ, അവരുടെ കൺമുമ്പിൽ തന്നെ, അതും ഒറ്റക്കൊന്നുമല്ല, ഇഷിതയുടെ മഹേഷിനെ കൺമുമ്പിൽ തന്നെ സൂയിസൈഡ് ചെയ്യണം. അത് തന്നെയാണ് പ്രിയാമണിയുടെ ഉദ്ദേശം കേട്ടോ. അത് കണ്ടിട്ടെങ്കിലും ഇഷിത നേരെ ആവട്ടെ എന്നേ വിചാരിക്കുന്നുള്ളൂ. അങ്ങനെ കുറേ നല്ല ഭാഗങ്ങൾ ഇനി വരാൻ പോകുന്ന എപ്പിസോഡിൽ കേട്ടോ. എന്തായാലും വീക്കെൻഡ് പ്രൊമോ എത്തിയിട്ടില്ല. എത്താണെങ്കിൽ തീർച്ചയായിട്ടും റിവ്യൂ ആയിട്ട് ഇടുന്നതായിരിക്കും. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ കേട്ടോ. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഫ്രണ്ട്സ്. എല്ലാവർക്കും ടേക്ക് കെയർ. ബൈ ബൈ.